പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44 തിരുവചനം പറയുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും യേശുവിനെക്കുറിച്ച് അറിയുവാനുമുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നാം ദൈവത്താൽ ആകർഷിക്കപ്പെടുമ്പോഴാണ്. എന്തിനാണ് പിതാവ് നമ്മെ ആകർഷിക്കുന്നത്? ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. ദൈവവചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. നാം എല്ലാവരും തന്നെ പല വിധത്തിൽ ഉത്കണ്ഠാകുലരും അസ്വസ്ഥരും ദുഃഖിതരും ക്ലേശിതരും ഒക്കെയാണ്. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 യേശു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. സങ്കീർത്തനം 56:8 തിരുവചനം പറയുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർക്കണങ്ങൾ അങ്ങ് കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന്. നമ്മുടെ കണ്ണുനീരും അലച്ചിലുകളും ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. ഇതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? മത്തായി 6:33 യേശു പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നാം പല കാര്യങ്ങളെക്കുറിച്ചും ഉത്കണ്ഠാകുലരാണ്, അസ്വസ്ഥരാണ്. യേശു പറയുന്നു, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലപ്പെടേണ്ട. നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു തരും. ദൈവം നോക്കിക്കൊള്ളും. നമ്മെക്കുറിച്ച് കരുതലും നമ്മോട് കരുണയും ഉള്ളവനാണ് നമ്മുടെ ദൈവം. യോഹന്നാൻ 14:1 യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമുക്ക് ദൈവത്തിലും ദൈവവചനത്തിലും ആഴത്തിലുള്ള വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസം ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വിശ്വസിക്കുമ്പോഴാണ് ദൈവമഹത്വം ദർശിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നതെന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവനിവേശിതമാണ്. ദൈവാത്മാവ് നിറഞ്ഞതാണ് ഓരോ വചനവും. എന്താണ് വചനത്തിൻ്റെ ശക്തി? ഹെബ്രായർ 4:12 വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവവചനത്തിന് ജീവനുണ്ട്. വചനം ദൈവം തന്നെയാണ്. വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. നാം വചനം പറയുമ്പോൾ നമ്മെയും കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയും ദൈവത്തിൻ്റെ ആത്മാവ് സ്വാധീനിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും തുളച്ചു കയറുന്നവയാണ്. ആത്മാവിലേക്ക് തുളച്ചു കയറാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാത്രമാണ്. മനുഷ്യർ പറയുന്ന വചനങ്ങൾ നമ്മുടെ മനസ്സിൽ തട്ടും, പക്ഷേ ഹൃദയത്തിലേക്ക് കടക്കുകയില്ല. ഹൃദയത്തിലേക്ക് കടക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്? 2 തിമോത്തി 3:16 പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു എന്ന്. നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നാം ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ പാപബന്ധനങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കപ്പെടും. നാം വിശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അനുഗ്രഹവും ഐശ്വര്യവും ലഭിക്കും. നമുക്ക് നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും എല്ലാം വിശുദ്ധിയുമെല്ലാം ദൈവത്തിൻ്റെ വചനം വഴി നമുക്ക് ലഭിക്കും.
വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.